സുജാതയുടെ രഹസ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ ഫാത്തിമ ടീച്ചറും കാമുകനുമായുള്ള പ്രണയം പൂത്തുലഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാവിലെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന അമ്മയെ കണ്ട് അബി നോക്കി നിന്നു. എന്താ അമ്മേ, ഇപ്പോൾ അമ്മ എന്നും നേരത്തെയാണല്ലോ പോകുന്നേ? ആ, അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. നീ സോനുനെയും സ്കൂളിൽ വിട്ടിട്ട് കോളേജിൽ പോയാൽ മതി. ഞാൻ ഇറങ്ങുക. അതും പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. സുജാത സ്കൂളിലെത്തി ടീച്ചേഴ്സ് റൂമിലേക്ക് നടന്നു. അപ്പോൾ ഫാത്തിമ അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സാരിയൊക്കെ റെഡിയാക്കി വെക്കുന്നു. അവളെ കണ്ടതും ഫാത്തിമ പറഞ്ഞു, എന്തൊരു നോട്ടമാ ചിലവന്മാരുടെ. ഹോ, പെണ്ണുങ്ങളെ കാണാത്തത് പോലെയാ. അത് നിന്റെ തടിയും വണ്ണവുമൊക്കെ കണ്ടിട്ടാവും. ബിരിയാണി തീറ്റയൊക്കെ കുറച്ചാൽ മതി, സുജാത കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, പറയുന്ന ആൾ സ്ലിം ബ്യൂട്ടി ആണല്ലോ, ഫാത്തിമ ഒരു ചിരിയോടെ പറഞ്ഞു. ഞാനിപ്പോൾ ഡയറ്റിങ്ങിലാണ് കേട്ടോ. സുജാത അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഫാത്തിമ പറഞ്ഞു, എന്തിനാണോ ഡയറ്റിംഗ് ഒക്കെ? ഇപ്പോൾ കാണാനാ ഭംഗി, എന്നാലേ ആരെങ്കിലുമൊക്കെ നോക്കുകയുള്ളൂ. ഓഹോ, അപ്പോൾ ആരും നോക്കിയില്ലെങ്കിലും വിഷമമാ അല്ലേ? സുജാതയുടെ ചോദ്യം. അത് പിന്നെ, ആരെങ്കിലും നമ്മളെ നോക്കുമ്പോൾ തോന്നും ഇതെന്തിനാ ഇവന്മാരിങ്ങനെ നോക്കുന്നതെന്ന്. ഇനി നോക്കിയില്ലെങ്കിൽ തോന്നും ഇതെന്താ നോക്കാത്തതെന്ന്. അത് കേട്ട് സുജാത ചിരിച്ചു. അതൊക്കെ പോട്ടെ, നിന്റെ മോൻ്റെ കാര്യം എന്തായി? ഫാത്തിമ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അപ്പോഴേക്കും സുജാത സൈലൻ്റായി. അപ്പോൾ ഇതുവരെ ഇല്ല അല്ലേ? ശരി ശരി, ഫാത്തിമ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കവേ പെട്ടെന്ന് അജയ് മാഷ് അങ്ങോട്ട് വന്നു. ആഹാ, നിന്റെ ആള് വന്നല്ലോ, ഫാത്തിമ പതിയെ പറഞ്ഞു. ഒന്ന് ചുമ്മാതിരിക്ക്, സുജാത കണ്ണിറുക്കി കാണിച്ചു. ഗുഡ് മോർണിംഗ്, അജയൻ മാഷ് ഒരു ചിരിയാലെ അങ്ങനെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ അന്നത്തെ ദിവസവും അത്യാവശ്യം സന്തോഷത്തോടെ കടന്നുപോയി. അന്ന് വൈകിട്ട് സുജാത വീട്ടിൽ ചെന്നപ്പോൾ സോനു വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അബിയെ കണ്ടില്ല. എടാ, അവൻ എവിടെ പോയി? ഏട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയേക്കുവാമേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അബി വീട്ടിലേക്ക് കയറി വന്നു. സുജാത അവനെ ആകെ മൊത്തമായി നോക്കി. എവിടെ പോയതാ? ക്രിക്കറ്റ് കളിക്കാൻ പോയതാ അമ്മേ. അമ്മ ഇന്ന് നേരത്തെ എത്തിയായിരുന്നോ? കുളിച്ച് ഫ്രഷായി നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്ന സുജാതയോട് അവൻ്റെ ചോദ്യം. പിന്നെ എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്താ അമ്മേ, പറ. പറയാം, നീ ഇപ്പോൾ ചെന്ന് കുളിച്ചിട്ട് വാ. സുജാത ഒരു കള്ളച്ചിരിയോടെ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. എന്തായിരിക്കും അമ്മയുടെ മനസ്സിൽ? ഇതിപ്പോൾ കുറച്ച് ദിവസമായല്ലോ അമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു മാറ്റം കാണുന്നു. അബി അതും ചിന്തിച്ച് കുളിമുറിയിലേക്ക് ചെന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ സുജാതയുടെ നോട്ടം കണ്ട് അബി ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? അത് ഒന്നുമില്ലടാ. അല്ല, അമ്മയല്ലേ പറഞ്ഞേ എന്നോടെന്തോ പറയാനുണ്ടെന്ന്. അത് പിന്നെ, സുജാത ഒന്ന് പരങ്ങി. എന്താ അമ്മേ? പെട്ടെന്ന് സോനുവിൻ്റെ ചോദ്യം. കുന്തം, നീ അറിയണ്ട, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം ഏട്ടനെയാണല്ലോ, സോനു പരിഭവപ്പെട്ടു. ഓ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? അത് അമ്മ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അത് കേട്ട് അബി ഞെട്ടി. അമ്മേ, ഇത് എത്രാമത്തെ ആളാ? മൂന്നാമത്തെയോ? ഹോ, ആദ്യം അമ്മ ഒരാളെ കെട്ടി, പിന്നെ ഡൈവോഴ്സായിട്ട് വേറെ ആളുമായി ലിവിങ് ടുഗദർ. ഇപ്പോഴത്തെ വേറെ ആളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അമ്മയ്ക്ക് ഇതുവരെ മതിയായില്ലേ? അബിയുടെ ചോദ്യം. ഇല്ലടാ, എനിക്ക് മതിയായില്ല. അതും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ എണീറ്റ് മുറിയിൽ പോയി കതകടച്ചു. ഏട്ടൻ അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു, പാവം അമ്മ, സോനു പറഞ്ഞു. ഓ ഉവ്വ, നീ കഴിക്ക്. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സോനു പോയി കിടന്നു. അബിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ലായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ടെന്ന് താൻ അറിഞ്ഞിരുന്നില്ല, അവൻ ചിന്തിച്ചു. അവൻ വേഗം എണീറ്റ് സുജാതയുടെ മുറിയിലേക്ക് ചെന്ന് കതകിൽ തട്ടി വിളിച്ചു. അമ്മേ, അമ്മേ, കതക് തുറക്ക്. പെട്ടെന്ന് സുജാത കതക് തുറന്നു. അവൻ അമ്മയെ ആകെ മൊത്തമായി നോക്കി. അമ്മയുടെ മുഖമെന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നീ ഉറങ്ങിയില്ലേ? ഇല്ല. അമ്മയോ? ഇല്ല, ഉറക്കം വന്നില്ല. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്ന് കട്ടിലിലിരുന്നു. അവനും ചെന്ന് കട്ടിലിലിരുന്നു. അമ്മ നേരത്തെ പറഞ്ഞത് കാര്യമായിട്ടാണോ? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ മുഖം താഴ്ത്തി മിണ്ടാതിരുന്നു. പറ അമ്മേ. അതേടാ. അതൊക്കെ പോട്ടെ, ആരാ ആൾ? ഞങ്ങളുടെ സ്കൂളിലെ അജയൻ മാഷ്. ഹോ, അപ്പോൾ സ്കൂളിൽ വെച്ച് പണി ഒപ്പിച്ചു അല്ലേ കൊച്ചുകള്ളി? അവൻ അമ്മയെ ചിരിപ്പിക്കാനായി അങ്ങനെ പറഞ്ഞു.
ഏയ് അങ്ങനെയൊന്നുമില്ലടാ, അത് അറിയാതെ സംഭവിച്ചു പോയതാ. അല്ലെങ്കിലും അമ്മയെപ്പോലെ സുന്ദരിമാർക്ക് ഇത്രയും കാമുകന്മാർ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അബി ഒരു ചിരിയാതെ അങ്ങനെ പറഞ്ഞപ്പോൾ സുജാത നാണത്തോടെ മുഖം താഴ്ത്തി. അപ്പോൾ അമ്മ ഉറപ്പിച്ചു അല്ലേ? പിന്നെ ഈ അജയൻ മാഷ് ഡൈവോഴ്സ് ആയതാണോ? അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ അമ്മയുടെ മുഖത്തെ വിഷമഭാവം അവന് മനസ്സിലായി. എന്താ അമ്മേ? എടാ, അതാണ് എൻ്റെയും പ്രശ്നം. അജയൻ മാഷ് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അത് കേട്ട് അവൻ ഞെട്ടി. അമ്മ എന്തായി പറയുന്നേ? ഇതുപോലെയല്ലേ മുൻപ് ഒരാൾ വന്നേ? പിന്നീട് അയാളുടെ വീട്ടുകാർ വേറെ പെണ്ണിനെ സെറ്റാക്കി കൊടുത്തപ്പോൾ അയാൾ അമ്മയെ ഒഴിവാക്കി പോയതല്ലേ? അമ്മ എല്ലാം മറന്നു പോയോ? ഇല്ലടാ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അജയൻ മാഷ് തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് ഇഷ്ടം കാണിച്ചു വന്നത്. ഞാൻ കുറേ തവണ പറഞ്ഞതാ എൻ്റെ കാര്യങ്ങളെല്ലാം. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം ബാച്ചിലറായി നടന്ന അദ്ദേഹം ഇപ്പോഴാണത്രേ പറ്റിയ ഒരാളെ കണ്ടെത്തിയതെന്ന്. ആഹാ, ബെസ്റ്റ്. ഇനിയെല്ലാം അമ്മയുടെ ഇഷ്ടം. അമ്മ ഉറങ്ങിക്കോ. അതും പറഞ്ഞ് അവൻ എണീറ്റതും അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. എടാ, നിനക്ക് സമ്മതമാണോ ഈ കാര്യത്തോട്? നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന് കരുതിയാ ഞാൻ ഇത്രയും കാലം അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കാതിരുന്നത്. അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ അതിന് മറുപടി പറയാൻ നിൽക്കാതെ അവൻ്റെ മുറിയിലേക്ക് നടക്കവേ മനസ്സിൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ പിള്ളേരെ കളിയാക്കി പറയുന്നുണ്ട്, കുറേ തന്തിയുള്ളവനെ ഇല്ലാത്തവനെ എന്നൊക്കെ. ഇനിയും ഇതും കൂടിയായാൽ എന്താവുമോ ആവോ. എന്തായാലും അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അമ്മയുടെ സന്തോഷമാണ് തൻ്റെയും, അവൻ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അന്ന് പണിമുടക്കമായതിനാൽ സ്കൂൾ അവധിയായിരുന്നു. സുജാത ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. എടാ, അതാരാണെന്ന് നോക്കിക്കേ. അഭി ചെന്ന് കതക് തുറന്നു. അപ്പോൾ ഒരാൾ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ട് അവൻ അയാളെ തന്നെ നോക്കി ആരാ എന്ന് ചോദിച്ചു. അമ്മയില്ലേ മോനെ? ആ ഉണ്ട്, വിളിക്കാം. അവൻ അടുക്കളയിലേക്ക് ചെന്നു. അമ്മേ, ദേ അമ്മയെ അന്വേഷിച്ച ഒരാൾ വന്നേക്കുന്നു. എന്നെ അന്വേഷിച്ചോ? അവൾ സിറ്റ് ഔട്ടിലേക്ക് ചെന്നതും ഞെട്ടി. അജയൻ മാഷ്. കയ്യിൽ 2 കവറും ഉണ്ടായിരുന്നു. വാ വാ, കയറിയിരിക്കുക. സുജാത വെപ്രാളത്തോടെ അയാളെ സ്വീകരിച്ചിരുത്തുന്നത് കണ്ട് അഭിയും സോനവും പരസ്പരം നോക്കി. അവരുടെ സംശയം മനസ്സിലാക്കിയ സുജാത അവർക്ക് അജയൻ മാഷിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഓഹോ, അപ്പോൾ ഇതാണ് അമ്മയുടെ പുതിയ കള്ള കാമുകൻ, അഭി മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് അയാൾ ഒരു കവർ തുറന്ന് കേക്ക് എടുത്ത് പുറത്ത് വെച്ചു. ആ കേക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ട് സുജാത ഞെട്ടി. ഹാപ്പി ബർത്ത്ഡേ സുജാത എന്നായിരുന്നു. ഓ, ഞാനിത് ശരിക്കും മറന്നിരിക്കുമായിരുന്നു. എന്നാലും മാഷ് ഇതെങ്ങനെ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ എന്ത്? അമ്മയെ വളക്കാനുള്ള എല്ലാ ഐഡിയയുമായി ഇറങ്ങിയിരിക്കുവാണല്ലോ ഇയാൾ, അഭി മനസ്സിൽ പറഞ്ഞു. അല്ല, എന്നാലും വീട് എങ്ങനെ കണ്ടുപിടിച്ചു? സുജാതയുടെ ആശ്ചര്യത്തോടെയുള്ള ചോദ്യം. വീട് കണ്ടുപിടിക്കാനാണോ ഇത്ര പ്രയാസം? ഞാൻ നമ്മുടെ ഫാത്തിമ ടീച്ചറോട് ചോദിച്ചു. എന്താ, സർപ്രൈസ് ആയോ? അജയൻ മാഷ് ഒരു ചിരിയാലെ ചോദിച്ചു. സർപ്രൈസ് ആവാതെ പിന്നെ. അയ്യോ മറന്നു, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാട്ടോ. അതും പറഞ്ഞ് സുജാത അടുക്കളയിലേക്ക് പോകവേ അയാൾ പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ടടോ. ആദ്യം താൻ ഈ കേക്ക് കട്ട് ചെയ്യും, ഇനി നമുക്ക് ആഘോഷിക്കാം. ശരി. അപ്പോൾ വാ മക്കളെ. അയാൾ അഭിയെയും സോനുവിനെയും കൈക്കൊട്ടി വിളിച്ചു. സുജാത സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്തു. ആദ്യം ഒരു കഷ്ണം കേക്ക് എടുത്ത് അയാളുടെ വായിൽ വെച്ച് കൊടുക്കാൻ പോയ സുജാതയുടെ കൈ പിടിച്ച് അയാൾ അഭിയുടെ നേർക്ക് നീട്ടി. വാ തുറക്ക് മോനെ. പിന്നെ സോനുവിനും കൊടുത്തു. പിന്നെ അയാൾ ഒരു കഷ്ണം കേക്ക് എടുത്ത് സുജാതയ്ക്ക് കൊടുത്തു. സുജാത തിരിച്ചും അയാൾക്ക് കൊടുത്തു. ഇനി കേക്കൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ, ഇനി നമുക്ക് ബിരിയാണി വെക്കാം, അയാൾ പറഞ്ഞു. അയ്യോ, ഞാൻ ചോറുണ്ടാക്കി പോയല്ലോ, സുജാത പറഞ്ഞു. എന്നാൽ അതും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ, ഇന്ന് എൻ്റെ വക സ്പെഷ്യൽ ബിരിയാണി ഞാനാ ഉണ്ടാക്കാൻ പോകുന്നേ. അതും പറഞ്ഞ് അയാൾ മറ്റേ കവറും എടുത്ത് അടുക്കളയിലേക്ക് ചെന്നു. അയാൾ തന്നെ പാചകം ചെയ്യാൻ തുടങ്ങി. സുജാതയും അഭിയും സോനവും അതും നോക്കി അടുക്കളയിലിരുന്നു. പാചകമൊക്കെ അറിയാമോ മാഷിന്? അഭിയുടെ ചോദ്യം. പിന്നെ അറിയാതെ. ഞാൻ മുൻപ് ഗൾഫിലായിരുന്നു മോനെ. അങ്ങനെ അമ്മയോട് വിളിച്ച് ചോദിക്കും, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ. അങ്ങനെ പഠിച്ചതാ പാചകം. കേട്ടിട്ടില്ലേ, സാഹചര്യം നമ്മളെ പലതും പഠിപ്പിക്കുമെന്ന്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചാൽ പിന്നെ എന്നും കഴിക്കാൻ തോന്നൂട്ടോ. അങ്ങനെ
അവർ ഓരോന്നൊക്കെ സംസാരിച്ചു. പിന്നീട് പാചകമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. എന്തായാലും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ കൊള്ളാമെന്ന് തോന്നിയെങ്കിലും അബി അത് പുറത്ത് പറഞ്ഞില്ല. അങ്ങനെ അവർ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അജയൻ മാഷ് പോയി. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അബി അമ്മ ഇങ്ങനെ സന്തോഷിച്ച് കാണുന്നത്. അമ്മയ്ക്ക് മാഷിനെ ബോധിച്ചു. അതുപോലെ ഇപ്പോൾ അബിക്കും സോനുവിനും ബോധിച്ചു.